ആഖിബത്ത് ചീത്തയാവുന്ന മൂന്നാമത്തെ കാര്യം അൽ കലാമു ഇൻദ സമാഇൽ അദാൻ. ബാങ്ക് കേൾക്കുന്ന സമയത്ത് ദുന്യവിയായ സംസാരം ഉണ്ടായാൽ നമ്മളെ ഈമാൻ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് അത് വിശദീകരിക്കുന്നുണ്ട്. ബാങ്കിനെ നമ്മൾ നന്നായി ബഹുമാനിക്കണം. അല്ലാ എന്നുള്ളതിൽ തുടങ്ങി അല്ലാ എന്നുള്ളതിൽ അവസാനിക്കുന്ന ദിക്റാണല്ലോ ബാങ്ക്. ബാങ്കിനെ ബഹുമാനിച്ചാൽ നമുക്ക് ഈമാൻ ഉണ്ടാവും. ബാങ്കിനെ നിന്ദിച്ചാൽ മരിക്കണ സമയത്ത് നാവ് ഇങ്ങനെ പടക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കിട്ടൂല. ബാങ്കിനെ ബഹുമാനിച്ചുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ബാങ്കിന് ജവാബ് കൊടുക്കുന്നിടത്ത് നമ്മൾ വലിയ ശ്രദ്ധ ഉണ്ടാവണം. ബാങ്കിന് ആത്മാർത്ഥമായി ജവാബ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നിലവിൽ എന്ത് പണിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പണി നിർത്തിയിട്ട് ജവാബ് കൊടുക്കണം. അല്ലാണ്ട് പാത്രം കഴുകിക്കൊണ്ട് മൊബൈൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജവാബ് കൊടുക്കല്ല. നിലവിൽ എന്താണോ ചെയ്യുന്നത് അത് നിർത്തുക, എന്നിട്ട് ജവാബ് കൊടുക്കുക. അതാണ് ആത്മാർത്ഥമായ ജവാബ്. ഒരുപാട് ബാങ്കുകൾ ഒന്നിച്ച് കേട്ടാൽ ഒറ്റ ജവാബ് മതി. ഉദാഹരണത്തിന് നമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെ 3 പള്ളിയുണ്ട്. ഒരു പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അപ്പോഴേക്ക് അപ്പുറത്തെ പള്ളിയിൽ നിന്ന് ഹയ്യാലസ് അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒറ്റ ജവാബ് എല്ലാ ബാങ്കിനും ആവും. ഒന്ന് മതി. ഇനി ഒരു ബാങ്ക് കഴിഞ്ഞിട്ടാണ് അടുത്ത ബാങ്ക് തുടങ്ങുന്നത് കേൾക്കുന്നതെങ്കിൽ എല്ലാ ബാങ്കിനും ജവാബ് കൊടുക്കൽ സുന്നത്താണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ബാങ്ക് തുടങ്ങുന്നത് കേട്ട് ജവാബ് എടുത്തുകൊണ്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടാക്കി പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പൊ അടുത്ത നാട്ടിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന കേട്ടു എങ്കിൽ അതിനും ജവാബ് കൊടുക്കൽ സുന്നത്താണ്. ഒന്നാമത് കേട്ട ബാങ്കിന് ജവാബ് കൊടുക്കൽ മുഅക്കദായ സുന്നത്താണ്. ബാങ്കിനെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. ബാങ്കുകാരെയും ബഹുമാനിക്കണം. ബാങ്കുകാരെ നിന്ദിക്കുന്നത് ഖിയാമത്ത് നാളുടെ അടയാളമാണ്. ബാങ്കുകാരെ നിന്ദിക്കൽ പേര് അസിസ്റ്റന്റ് ഖതീബ് എന്നെല്ലാം കൊടുക്കും, അടിപൊളി ഇംഗ്ലീഷ് പേരെല്ലാം കൊടുക്കും. പക്ഷെ ജോലി മൂത്രച്ചോളി കഴുകലും കൂടി ഉണ്ടാവും. അത് ഓരെ ഏൽപ്പിക്കരുത്. കാരണം നാട്ടുകാരുടെ അടുത്ത് സാലറി കൂടുതൽ ഖതീബിനാണെങ്കിലും അള്ളാന്റെ അടുത്ത് കൂടുതൽ സാലറി മുഖ്രി ഉസ്താദിനാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, ബാങ്ക് കൊടുക്കുന്നവരേക്കാൾ ഉത്തമർ ലോകത്തില്ല എന്ന് അള്ളാഹ് പറയും, നമ്മളല്ല, അള്ളാഹ് പറഞ്ഞത്. ബാങ്കും ഇഖാമത്തും കൊടുക്കലാണ് ഇമാമത്ത് നിൽക്കുന്നതിനേക്കാൾ അഫ്ളൽ. നാട്ടാറ മൊത്തം പള്ളിയിൽ എത്തിച്ച ക്രെഡിറ്റ് മുഖ്രി ഉസ്താദിനാണ്. പിന്നെ എത്തിയാക്കി ഇമാമിക്കാൻ ഖതീബ് ഉസ്താദ് മുതിർന്നു, അത്ര. ബാങ്ക് കൊടുക്കുന്നതാണ് ഖിയാമത്ത് നാളിൽ പിരടി നീണ്ടിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ മഹ്ശറിലെ എല്ലാവരും പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ അല്ലേ? നിൽക്കുമ്പോ ബാങ്ക് അറിങ്ങനെ എന്താ വിചാരണക്ക് വിളിക്കാത്ത, സാധാരണ ലേറ്റ് ആവാറില്ലല്ലോ. ഇതെന്താ ആര് ഭയങ്കര അഭിമാനത്തോടെ ഉണ്ടാവുക. ബാങ്കുകാർക്ക് ഭയങ്കര പവറാ. വല മദറുൻ വല ഹജറുൻ, ബാങ്ക് കൊടുക്കുന്നത് കേട്ട കല്ലും മരങ്ങളും ബാങ്കുകാർക്ക് സ്വർഗം കിട്ടാൻ സാക്ഷി നിൽക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഉറക്കെ ബാങ്ക് കൊടുക്കണം എന്ന് പറയുന്നത്. കാരണം കുറേ കല്ലും മരങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും പുരുഷന് ബാങ്ക് സുന്നത്താണ്. ജമാഅത്താണെങ്കിലേ അമ്മ ബാങ്ക് കൊടുക്കുള്ളൂ. ബാങ്ക് കൊടുക്കാലോ സാർ ഖതീബ് ഉസ്താദ് അല്ല. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും പുരുഷന് ബാങ്ക് സുന്നത്താണ്. ഒറ്റക്ക് നിസ്കരിക്കേണ്ട സന്ദർഭം വന്നാൽ ഒരാൾ ബാങ്ക് കൊടുത്താൽ അയാളുടെ കൂടെ മലക്കൾ നിസ്കരിക്കും. ബാങ്ക് കൊടുത്താൽ ആ പവറുണ്ട് എന്ന് അൽ ഹബായിക് ഫി അഖ്ബാരിൽ മലായിക എന്ന ഗ്രന്ഥത്തിൽ ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് എഴുതി വെക്കുന്നുണ്ട്. ബാങ്ക് പുരുഷനാണ് സുന്നത്ത്. സ്ത്രീക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ബാങ്ക് കുട്ടീന്റെ ചെവിയിലുള്ള ബാങ്കാണ്. വലത് ചെവിയിൽ ബാങ്ക്, ആയത്തുൽ കുർസി, ഇഖ്ലാസ് സൂറത്ത്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത്. പ്രസവിക്കപ്പെട്ട കുട്ടി പെൺകുട്ടിയാണെങ്കിൽ മൂർദാവ് എന്ന് പറഞ്ഞാൽ എവിടെ സ്ഥലം? നമ്മളെ കൈ മൂക്കിന് വെച്ചാല് നടുക്കത്തെ വിരല എവിടെയാണോ ടച്ച് ചെയ്യണത് അതാണ് മൂർദ. ഇപ്പൊ എല്ലാരും ഉണ്ടോന്ന് നോക്കുമ്പോണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാരും ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ. ഈ മുർദാവിൽ 7 ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നുള്ള സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ ഖദർ. അത് ഓതിയിട്ട് മന്ത്രിച്ചാൽ ആ പെൺകുട്ടി ഭാവിയിൽ സിനയിൽ ഏർപ്പെടില്ല, വൃത്തികേടിന് ആ കുട്ടി പോവില്ല. പുതിയ കാലത്ത്
ആത്മീയമായ പരിഹാരങ്ങൾ നമ്മുടെ എപ്പോഴും കയ്യിൽ ഉണ്ടാവണം. ഇബ്രാഹിമുൽ ലഖാനി റളിയല്ലാഹു അൻഹു അഥവാ ജൗഹറത്തു തൗഹീദിന്റെ മുസന്നിഫായ ആ പണ്ഡിതൻ അത് എഴുതി വെക്കുന്നുണ്ട്. യാ മുസവ്വിർ യാ അല്ലാഹ്, യാ ഹഖ് യാ അല്ലാഹ്, യാ ബാത്തിനു യാ അല്ലാഹ് എന്ന ദിക്ർ 7 വീതം ചൊല്ലിയിട്ട് കൈക്ക് ഊതുക. എന്നിട്ട് ആ കൈ കൊണ്ട് കുട്ടിനെ തടവിയാൽ ആണായാലും പെണ്ണായാലും ആ കുട്ടി സ്വാലിഹാവും. പ്രസവിച്ച ഉടനെ ഇതൊക്കെ ചെയ്യേണ്ടത്. അല്ലാണ്ട് മദിനിനെ പോലത്തെ അതേ മൂക്കേട്ടാൻ ഞാൻ എങ്ങാണ്ടെന്നിരിക്കണെന്ന് എന്നെ മിക്കപ്പോഴും ഉണ്ടാവില്ലേ. ഉസ്താദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് എന്ന് പറയും. ഒന്നാമത് വിളിച്ചാലും കിട്ടൂല. എത്ര ഏൽപ്പിച്ചിന് നേരത്തെ ഏൽപ്പിച്ചെന്ന് ഈ കുട്ടി ആദ്യമായിട്ട് കേൾക്കുന്നത് പള്ളിയിലെ ഖത്തീബിന്റെ ഗീബത്ത്. മിക്കവാറും സൂഫി ആവാൻ സാധ്യത ഉണ്ട്.